Hello all, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തെർമൽ എഞ്ചിനീയറിംഗിലെ ഗ്യാസ് സൈക്കിൾസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ഓൺ ഓട്ടോ സൈക്കിൾ ഹാസ് എ ക്ലിയറൻസ് വോളിയം ഓഫ് 10% ഓഫ് ദി സെപ്റ്റ് വോളിയം. If gamma is equal to 1.4, the air standard cycle efficiency. അതായത് ഓട്ടോ സൈക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. It has a clearance volume as 10% of the swept volume. അതായത് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് സ്വെപ്റ്റ് വോളിയത്തിന്റെ 10% ആണ് തന്നിട്ടുണ്ട്. ഗാമയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓട്ടോ സൈക്കിൾ എഫിഷ്യൻസി ഇസ് ഗിവൺ ബൈ ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ആർ റേസ് ടു ഗാമ മൈനസ് 1. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ആൻ ഓട്ടോ സൈക്കിൾ. നമുക്ക് തന്നിട്ടുള്ളത് ക്ലിയറൻസ് വോളിയം വി സി ഈക്വൽ ടു 10% ഓഫ് ദി സബ്റ്റ് വോളിയം, ദാറ്റ് ഈസ് വി സി ഈക്വൽ ടു 1.1 into Vs. So compression ratio, we have the standard equation R is equal to Vs plus Vc divided by Vc. So substituting the value of the clearance volume as 0.1 into Vs, we will be getting Vs plus 0.1 Vs divided by 0.1 Vs, that is equal to 1.1 divided by 0.1, that we will get 11. ഇപ്പൊ കംപ്രഷൻ റേഷ്യോ നമുക്ക് 11 എന്ന് കിട്ടും. ഈ കംപ്രഷൻ റേഷ്യോന്റെ വാല്യൂ ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ 11 റേസ് ടു 1.4 മൈനസ് 1. ഇവിടെ നമുക്ക് കിട്ടിയ കംപ്രഷൻ റേഷ്യോ ഇവിടെ നമ്മൾ ആർ റേസ് ടു ഗാമ മൈനസ് 1 ആറിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 61.7 എന്ന് ആൻസർ കിട്ടും. എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഈസ് 61.7. ഓപ്ഷൻ D is the correct answer. Next question, the efficiency of diesel cycle with decrease in cut-off ratio. അതായത് കട്ട് ഓഫ് റേഷ്യോ കുറയുന്നതനുസരിച്ച് ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസി കൂടുകയാണോ അതല്ല കുറയുകയാണോ അതല്ല റിമൈനിങ് കോൺസ്റ്റന്റ് ആണോ എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, the diesel cycle represents the ideal cycle for a diesel engine consisting of 4 processes. First one is the isentropic compression. Second one is the constant pressure heat addition. Third one is the isentropic expansion. And fourth one is the constant volume heat rejection. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയലൈസ്ഡ് ഡീസൽ സൈക്കിൾ. ഡീസൽ സൈക്കിൾ ആഡ്സ് ഹീറ്റ് ഗ്രാജുവലി വൈൽ ദ പിസ്റ്റൺ മൂവ്. അതായത് നമ്മൾ ഓട്ടോ സൈക്കിളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡീസൽ സൈക്കിളിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് അഡീഷൻ ഈസ് ഹാപ്പനിങ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഹീറ്റ് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ പിസ്റ്റൺ എന്താണ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഈസ് മൂവിംഗ് ഡൗൺ ഫ്രം ടോപ്പ് ഡെഡ് സെന്റർ ടു ബോട്ടം ഡെഡ് സെന്റർ. ഒരു വെർട്ടിക്കൽ എഞ്ചിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് മൂവ്സ് ഫ്രം ടോപ്പ് ഡെഡ് സെന്റർ ടു ബോട്ടം ഡെഡ് സെന്റർ വൈൽ ദ ഹീറ്റ് ഈസ് ബീയിങ് ആഡഡ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, സോ അതില് കട്ട് ഓഫ് റേഷ്യോ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത് rho is equal to V3 divided by V2, where V2 is the volume at the beginning of heat addition, V3 is the volume at the end of the heat addition. അപ്പോൾ ഡീസൽ സൈക്കിളിന്റെ കേസിൽ ഇറ്റ് ഈസ് ആക്ച്വലി more time we are getting for heat addition. Okay, so അതിനകത്ത് a larger cutoff ratio means heat is supplied over a longer piston movement, while a smaller cutoff ratio means heat addition is completed sooner. പെട്ടെന്ന് തന്നെ ഹീറ്റ് അഡീഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന കേസാണ് ഓട്ടോ സൈക്കിളിൽ. പക്ഷേ ഡീസൽ സൈക്കിളിന്റെ കേസിൽ a larger cutoff ratio means heat is supplied over a longer piston movement. നമുക്കറിയാം, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ദ ഡീസൽ സൈക്കിൾ ഈറ്റ is equal to 1 minus 1 by r raised to gamma minus 1 into rho raised to gamma minus 1 divided by gamma into rho minus 1. നമുക്ക് with the usual notations, rho is the cutoff ratio, r is the compression ratio, and gamma is the ratio of specific heat. When the cutoff ratio decreases, the heat addition is completed earlier while the piston is still near the minimum cylinder volume. അതായത് കട്ട് ഓഫ് റേഷ്യോ നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹീറ്റ് അഡീഷൻ കംപ്ലീറ്റ് ആവും. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ലോങ്ങർ പിസ്റ്റൺ മൂവ്മെന്റിനുള്ള ഒരു വൈൽ പിസ്റ്റൺ ഈസ് സ്റ്റിൽ നിയർ ദ മിനിമം സിലിണ്ടർ വോളിയം. പിസ്റ്റൺ അവിടെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ നിയർ ദ ടോപ്പ് ഡെഡ് സെന്റർ വേർ ദ വോളിയം വിൽ ബി മിനിമം. ദിസ് അലൗസ് ദ ഹൈ പ്രഷർ ഗ്യാസസ് ടു എക്സ്പാൻഡ് ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ, പ്രൊഡ്യൂസിംഗ് മോർ യൂസ്ഫുൾ വർക്ക്. Consequently, less heat is rejected during the exhaust, so thermal efficiency of the diesel cycle increases. അതായത് മാക്സിമം യൂസ്ഫുൾ വർക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും
അപ്പോൾ മാക്സിമം യൂസ്ഫുൾ വർക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? മിനിമം ഹീറ്റ് ഈസ് റിജക്റ്റഡ്, ദാറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ തെർമൽ എഫിഷ്യൻസി ഓഫ് ദ ഡീസൽ സൈക്കിൾ ടു ഇൻക്രീസ്. അപ്പൊ ഇവിടെ ചോദ്യം കട്ട് ഓഫ് റേഷ്യോ കുറയുന്ന സമയത്ത് എഫിഷ്യൻസിക്ക് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി ഈസ് ഇൻക്രീസിങ്. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. Next question. A cycle consisting of one constant pressure, constant volume and two isentropic process. അതായത് ഒരു കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയം രണ്ട് ഐസെൻട്രോപിക് പ്രോസസ്സും കൂടിയിട്ടുള്ള സൈക്കിൾ ഏതാണ് താഴെ തന്നിട്ടുള്ളതെന്ന് നോക്കാം. The ideal diesel cycle consisting of four processes like isentropic compression, constant pressure heat addition, isentropic expansion and constant volume heat rejection. ഇതാണ് നമ്മുടെ ഡീസൽ സൈക്കിളിന്റെ ഒരു ലേഔട്ട്. ഇനി കാർനോട്ട് സൈക്കിളിലാണെങ്കിൽ എന്താണ്? 2 isothermal and 2 isentropic. Whereas in the case of a Stirling cycle, it consists of 2 isothermal processes and 2 constant volume processes. And in Otto cycle, 2 constant volume process and 2 isentropic process. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് എല്ലാം കൂടെ ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇവിടെ ചോദ്യം ഇതാണ്, a cycle consisting of 1 constant pressure, constant volume and 2 isentropic process ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഡീസൽ സൈക്കിൾ is the correct answer. Next question. Which of the following cycles has maximum efficiency? താഴെ തന്നിട്ടുള്ളതിൽ ഏതിനാണ് മാക്സിമം എഫിഷ്യൻസി എന്നാണ് ചോദ്യം. The thermal efficiency of a heat engine is the fraction of heat supplied that is converted into useful work. നമുക്കറിയാം അല്ലെ, നമ്മൾ കൊടുക്കുന്ന ഹീറ്റിൽ എത്ര ഫ്രാക്ഷൻ ആണ് യൂസ്ഫുൾ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് തന്നെയാണ് നമ്മൾ thermal efficiency എന്ന് പറയുന്നത്. Among all heat engine cycles operating between same maximum and minimum temperatures, Carnot cycle has the highest possible efficiency because all its processes are reversible, resulting in no entropy generation and no energy loss. നമ്മൾ കാർനോട്ട് സൈക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ it is the most idealized cycle with all processes will be reversible. അതുപോലെ തന്നെ അവിടെ എൻട്രോപ്പി ജനറേഷനും ഇല്ല, ഒരു തരത്തിലുള്ള എനർജി ലോസും ഇല്ല. So its efficiency depends only on the source and sink temperatures. അല്ലെ, നമുക്കറിയാം കാർനോട്ട് സൈക്കിളിന്റെ എഫിഷ്യൻസി എക്സ്പ്രഷൻ നമുക്കറിയാം. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ സോഴ്സ് ടെമ്പറേച്ചർ ആൻഡ് സിങ്ക് ടെമ്പറേച്ചർ. സിൻസ് നോ റിയൽ എഞ്ചിൻ ക്യാൻ ബി കംപ്ലീറ്റ്ലി റിവേഴ്സിബിൾ, പ്രാക്ടിക്കൽ സൈക്കിൾസ് സച്ച് എസ് റാൻഗൻ സൈക്കിൾ, ബ്രേട്ടൺ സൈക്കിൾ ആൻഡ് ഓൾവേസ് ഹാവ് എഫിഷ്യൻസീസ് ലോവർ ദാൻ ദി കാർനോട്ട് സൈക്കിൾ. നമുക്കറിയാം ബ്രാറ്റൺ സൈക്കിൾ ആണെങ്കിലും റാങ്കൈൻ സൈക്കിൾ ആണെങ്കിലും മോസ്റ്റ്ലി അതെന്താണ് തിയറിറ്റിക്കൽ പ്രാക്ടിക്കൽ സൈക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതിന്റെ പ്രോസസ് ഒന്നും റിവേഴ്സിബിൾ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് താഴെ തന്നിട്ടുള്ളതിൽ ഏതിനാണ് മാക്സിമം എഫിഷ്യൻസി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി കാർനോട്ട് സൈക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In an air standard Otto cycle, the terminal pressures at the end of the compression, heat release and expansion are respectively P2, P3 and P4. If the corresponding values considering the effect of variable specific heat and dissociation of the working fluid are P2 dash, P3 dash and P4 dash, അങ്ങനെയാണെങ്കിൽ അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിളിൽ ടെർമിനൽ പ്രഷർ തന്നിട്ടുണ്ട് കംപ്രഷനിലെ എൻഡിലും അതുപോലെ ഹീറ്റ് റിലീസിന്റെ എക്സ്പാൻഷൻസിലെല്ലാം എൻഡ് ഓഫ് ദ സ്റ്റേറ്റിൽ പ്രഷർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേരിയബിൾ സ്പെസിഫിക് ഹീറ്റും ഡിസോസിയേഷനും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഇത് തമ്മിലുള്ള പ്രഷറിന്റെ റിലേഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. The air standard Otto cycle assumes that air has constant specific heats and no chemical dissociation. Standard Otto cycle assume ചെയ്യുന്നത് സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് മാത്രമല്ല chemical dissociation completely absent ആണ് എന്നുള്ളതാണ് assumption. In reality, at high temperatures, the specific heat increases and dissociation of the combustion products absorb part of the supplied heat. Consequently, the actual temperature rise is lower than predicted by the air standard cycle. നമ്മൾ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ ഐഡിയൽ സൈക്കിൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അത്രയും ഹയർ ടെമ്പറേച്ചർ നമുക്ക് റിയാലിറ്റിയിൽ വരില്ല. കാരണം സ്പെസിഫിക് ഹീറ്റിന്റെ വേരിയേഷൻ കൊണ്ടും അതുപോലെ തന്നെ ഡിസോസിയേഷൻ ഓഫ് ദ കമ്പഷൻ പ്രൊഡക്ട്സ്. ഇപ്പൊ ഡിസോസിയേഷൻ കമ്പഷൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഇപ്പൊ എൻഡോതെർമിക് റിയാക്ഷനിൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഒരു നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റിൽ ഒരു പോർഷൻ ആ ഒരു ഡിസോസിയേഷൻ റിയാക്ഷന് വേണ്ടി ഉപയോഗപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെമ്പറേച്ചർ റൈസ് അവിടെ വരില്ല. ആക്ച്വൽ ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്നത് ഐഡിയൽ അല്ലെങ്കിൽ തിയററ്റിക്കൽ ടെമ്പറേച്ചർ റൈസിനെ കാട്ടി കുറവായിരിക്കും. സിൻസ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് വോളിയം, നമുക്കറിയാം ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ എന്താണ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചേഴ്സ്. സോ ദ പ്രഷർ അറ്റ് ദ എൻഡ് ഓഫ് കംപ്രഷൻ
heat addition are all lower than the corresponding air standard values. Compression endilum heat addition endil varuna temperatures endana theoretical values നെക്കാട്ടിൽ കുറവായിരിക്കും. Since variable heat and dissociation reduce the thermal efficiency of the cycle, for the same heat input, the remaining energy must be rejected as heat, resulting in a higher pressure at the end of expansion P4 dash than in the air standard cycle. പക്ഷേ എക്സ്പാൻഷന്റെ എൻഡിലുള്ള പ്രഷർ അങ്ങനെ ആയിരിക്കില്ല. എക്സ്പാൻഷന്റെ എൻഡിലുള്ള ആക്ച്വൽ പ്രഷർ എന്ന് പറയുന്നത് തിയററ്റിക്കൽ പ്രഷറിനെക്കാട്ടും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് P2 greater than P2 dash, P3 greater than P3 dash. ഓക്കെ, ആക്ച്വൽ പ്രഷേഴ്സ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ പ്രഷറിനെക്കാട്ട് കുറവായിരിക്കും. പക്ഷെ P4ന്റെ കേസിൽ വരികയാണെങ്കിൽ P4 is less than P4 dash ആണ്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് the most suitable answer is option D, P2 greater than P2 dash and P3 greater than P3 dash. Okay. Next question, air standard cycles on engines can be done using air standard cycle analysis എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എൻജിൻസിൽ എന്നാണ് ചോദ്യം. നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറെ സൈക്കിൾസ് നമുക്ക് അറിയാം. അതിൽ the air standard cycle analysis assumes that working fluid is air which behaves like an ideal gas and circulates in a closed cycle. Depending on how heat is being added, different air standard cycles are used to present different IC engines. First one is the Otto cycle, where the heat is added at constant volume, whereas in the case of diesel cycle, heat is added at constant pressure. In dual combustion cycle, heat is added partly at constant volume and partly at constant pressure, providing a more realistic model of actual diesel engines. അപ്പോൾ ഇതാണ് നമുക്ക് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് വരുന്നത് അനാലിസിസ്. അപ്പോൾ എന്താണ് all of the above, ഓപ്ഷൻ ഡി is the correct answer. മൂന്നും നമ്മൾ എയർ സ്റ്റാൻഡേർഡ് അനാലിസിസ് നമ്മൾ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫിഷ്യൻസി ഓഫ് ഡീസൽ എഞ്ചിൻ ഡിപ്പെൻഡ്സ് ഓൺ, ഡീസൽ സൈക്കിളിന്റെ എഫിഷ്യൻസി ഏതുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, in a diesel cycle the efficiency depends on two important parameters. First one is the compression ratio, അതുപോലെ രണ്ടാമത്തേത് കട്ട് ഓഫ് റേഷ്യോ. compression ratio is the maximum cylinder volume to minimum cylinder volume. A higher compression ratio raises the air temperature before combustion, improving the thermal efficiency. And regarding the cutoff ratio, it is the ratio of cylinder volume at the end of heat addition to that at the beginning of heat addition. A larger cutoff ratio means heat is added for a longer duration, reducing thermal efficiency. Okay, അപ്പോൾ നമുക്കറിയാം it is depending on compression ratio and cutoff ratio. Option B is the correct answer. Next question, the thermal efficiency of Otto cycle is dash that of Brayton cycle for the given same compression ratio. A same compression process le Otto cycle ne Brayton cycle de thermal efficiency compare ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് SI എഞ്ചിൻ വർക്ക് ചെയ്യുന്ന തിയററ്റിക്കൽ സൈക്കിൾ ആണ്. അതുപോലെ തന്നെ ഗ്യാസ് ടർബൈൻസിന്റെ സൈക്കിൾ ആണ് ഇത് ബ്രേട്ടൺ സൈക്കിൾ. In both Otto and Brayton cycle have isentropic compression and expansion. The difference lies in how heat is being added. In Otto cycle, heat is added at constant volume. Since the volume does not change, pressure rises sharply, resulting in a high average temperature of heat addition. ഓട്ടോ സൈക്കിളിൽ പെട്ടെന്നാണ് എന്ത് ചെയ്യുന്നത്, മൊമെന്ററിലി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് വോള്യത്തിലാണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ ഷൂട്ടപ്പ് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ ഹൈ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ഹീറ്റ് അഡീഷൻ. ഇൻ ബ്രേട്ടൺ സൈക്കിൾ, heat is added at constant pressure while the gas expands. Consequently, heat is added over a range of lower temperatures, reducing average temperature of heat addition. അതായത് ബ്രേട്ടൺ സൈക്കിളിൽ എന്താണ്, പ്രഷർ ഈസ് ഹീറ്റ് ഈസ് ആഡഡ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ. അപ്പൊ കോൺസ്റ്റന്റ് പ്രഷറിൽ ആഡ് ചെയ്യുന്നത് അപ്പം തന്നെ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് consequently heat is added over a range of lower temperature, resulting in lower average temperature of heat addition. According to second law of thermodynamics, heat engine is more efficient when heat is supplied at a higher average temperature. Therefore, for the same compression process or same compression ratio, Otto cycle has a higher thermal efficiency than Brayton cycle. കാരണം Otto cycle average temperature of heat addition കൂടുതലാണ്. So here option C is the correct answer. Next question. The stroke of an engine is the stroke എന്ന് പറയുന്നത് എന്താണ്, വോളിയം ആണോ, ലെങ്ത് ആണോ, ഇന്റേണൽ ഡയമീറ്റർ ആണോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ TDC ആൻഡ് BDC ആണ് എന്നുള്ളതാണ് ചോദ്യം. വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എഞ്ചിന്റെ കേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ട്രോക്ക് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ പിസ്റ്റൺ ബിറ്റ്വീൻ ഇറ്റ്സ്
two extreme positions, top dead center and bottom dead center in a reciprocating engine. So L is equal to 2R. R എന്ന് പറയുന്നത് ക്രാങ്കിന്റെ റേഡിയസ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ TDC ആൻഡ് BDC. Next question. The bore and stroke of the cylinder of a 6-cylinder engine working on an Otto cycle are 17 cm and 30 cm respectively. The total clearance volume is 9225 cm cube. Then what is the compression ratio? അതായത് ബോറും സ്ട്രോക്കും തന്നിട്ടുണ്ട്, 6-cylinder എഞ്ചിൻ ആണ്, ക്ലിയറൻസ് വോളിയം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കംപ്രഷൻ റേഷ്യോ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം കംപ്രഷൻ റേഷ്യോ R is equal to VS plus VC divided by VC. Swept volume plus clearance volume divided by clearance volume. The swept volume Vs is the volume displaced by the piston as it moves from TDC to BDC. So Vs is given by Vs equal to pi by 4 d square into L, where L is the displacement, I mean piston displacement അല്ലെങ്കിൽ stroke. D എന്ന് പറയുന്നത് സിലിണ്ടർ ബോർ. ഇപ്പൊ ഡിയും തന്നിട്ടുണ്ട്, ഇവിടെ എല്ലും തന്നിട്ടുണ്ട്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 6809.16 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും സ്വെപ്റ്റ് വോളിയം. The total swept volume of 6 cylinder. ഇത് ഒരു സിലിണ്ടറിലേക്കുള്ള സ്വെപ്റ്റ് വോളിയം ആണ്. നമുക്ക് 6-cylinder എഞ്ചിൻ ആണ്. അപ്പൊ എന്താണ് ടോട്ടൽ സ്വെപ്റ്റ് വോളിയം? VS total is equal to 6 into 6809.16. That will become 40,854.96 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും ടോട്ടൽ സ്വെപ്റ്റ് വോളിയം. നമുക്ക് ഇവിടെ ക്ലിയറൻസ് വോളിയം തന്നിട്ടുണ്ട് 9225 സെന്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ കംപ്രഷൻ റേഷ്യോന്റെ ഫസ്റ്റ് ഈ എക്സ്പ്രഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5.43 എന്ന് കിട്ടും കംപ്രഷൻ റേഷ്യോന്റെ വാല്യൂ. സോ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ ഡി 5.4 is the correct answer. Next question. If both Stirling and Carnot cycle operate within the same temperature limit, then the efficiency of Stirling cycle as compared to Carnot cycle. സ്റ്റിർലിംഗും കാർനോട്ട് സൈക്കിളും വന്നിട്ടുണ്ട്, അതിന് ടെമ്പറേച്ചർ ലിമിറ്റും സെയിം ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടിന്റെയും എഫിഷ്യൻസി കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Both the Carnot cycle and Stirling cycle are reversible cycle. The Stirling cycle consists of two isothermal and two constant volume regenerative processes. അപ്പോൾ എന്താണ് റീജനറേഷൻ? വിത്ത് പെർഫെക്റ്റ് റീജനറേഷൻ, heat rejected during one constant volume process is completely stored and reused during the other constant volume process. Therefore, there is no net heat transfer during regeneration, and external heat transfer occurs only during the two isothermal processes, just like the Carnot cycle. അപ്പോൾ റീജനറേഷൻ എന്ന് പറയുമ്പോൾ ഹീറ്റ് റിജക്ട് ചെയ്യുന്ന, അതായത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷനിലുള്ള ഹീറ്റ് എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി റീജനറേറ്ററിൽ സ്റ്റോർ ചെയ്തിട്ട് അതെന്താണ് അടുത്ത കോൺസ്റ്റന്റ് വോളിയം, അതായത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷനിൽ എന്ത് ചെയ്യും? അതിനെ യൂട്ടിലൈസ് ചെയ്യും. അപ്പൊ അവിടെ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ. Hence here both cycles operate between same maximum minimum temperatures. They have the same thermal efficiency. അപ്പൊ ഇവിടെ വിത്ത് റീജനറേഷൻ ആണെങ്കിലും കാർനോട്ട് സൈക്കിളിന്റെ കേസിലാണെങ്കിലും എന്താണ്? സെയിം ആണ്. ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ എയർ സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിൾ ഹാസ് എ കംപ്രഷൻ റേഷ്യോ ഓഫ് 8.5. If the ratio of specific heats gamma is 1.4, then what is the thermal efficiency in percentage of the Otto cycle? അതായത് കംപ്രഷൻ റേഷ്യോ തന്നിട്ടുണ്ട്, ഗാമയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഗാമ ഈറ്റ ഈസ് ഈക്വൽ ടു 1 - 1 by r raised to gamma - 1. കംപ്രഷൻ റേഷ്യോ തന്നിട്ടുണ്ട് 8.5. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 57.5 എന്ന് കിട്ടും. ഓപ്ഷൻ A is the correct answer. Next question. Thermal efficiency of a diesel cycle having fixed compression ratio with increase in cutoff ratio. നമ്മൾ നേരത്തെ കട്ട് ഓഫ് റേഷ്യോയും തെർമൽ എഫിഷ്യൻസിയുടെ കേസും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇൻക്രീസ് ഇൻ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുമ്പോൾ തെർമൽ എഫിഷ്യൻസി കുറയും, ഡിക്രീസ് ഇൻ കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയുമ്പോൾ തെർമൽ എഫിഷ്യൻസി കൂടും. ഇവിടെ കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ ഇവിടെ കട്ട് ഓഫ് റേഷ്യോ കൂടുമ്പോൾ തെർമൽ എഫിഷ്യൻസി എന്ത് ചെയ്യും? It will decrease. Option B is the correct answer. Next question. In a two-stroke cycle engine, the operations namely suction, compression, expansion and exhaust are completed in number of revolutions of crankshaft. എത്ര revolution ആണ് crankshaftന്റെ എത്ര revolutionsലാണ് two-stroke cycle engine ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം.
അപ്പോൾ നമുക്ക് 2 സ്ട്രോക്ക് എഞ്ചിനും 4 സ്ട്രോക്ക് എഞ്ചിനും എങ്ങനെയാണെന്ന് നോക്കാം. Basically, in a 2-stroke engine, these 4 operations are completed in 2 strokes of the piston. അതായത് one upward stroke where suction and compression occur simultaneously. Then one downward stroke where expansion and exhaust occur simultaneously. അപ്പോൾ suction compressionും ഒരു upward strokeലും എക്സ്പാൻഷനും എക്സോസ്റ്റും ഒരു ഡൗൺവേർഡ് സ്ട്രോക്കിലും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഒരു പിസ്റ്റൺ കംപ്ലീറ്റ് ആയിട്ട് ക്രാങ്ക് ഫുൾ റൊട്ടേഷൻ വരുന്ന സമയത്ത് എന്താണ് നമുക്ക് ഒരു പവർ സ്ട്രോക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവും. Since one revolution of the crankshaft produces 2 piston strokes, the entire cycle is completed in 1 crankshaft revolution. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ ക്രാങ്ക്ഷാഫ്റ്റ് റെവല്യൂഷൻസ് പെർ സൈക്കിൾ എന്താണ് ഒരു റെവല്യൂഷൻ ആണ്. ആ ഓരോ റെവല്യൂഷൻ നമുക്ക് എന്ത് കിട്ടും, ഓരോ പവർ സ്ട്രോക്ക് കിട്ടും. അതേസമയം 4 സ്ട്രോക്ക് എഞ്ചിൻ ആണെങ്കിൽ ക്രാങ്ക്ഷാഫ്റ്റ് റെവല്യൂഷൻ പെർ സൈക്കിൾ എന്താണ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 പവർ സ്ട്രോക്ക് എവറി 2 റെവല്യൂഷൻസ് ഓഫ് ദി ക്രാങ്ക്ഷാഫ്റ്റ്. ഇവിടെ ചോദ്യം 2 സ്ട്രോക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. സോ 1 revolution of the crankshaft. For each revolution we will be getting a power stroke. Next question. A gas engine has a swept volume of 300 cm3 and volumetric efficiency is 0.88 and mechanical efficiency is also given as 0.9. The volume of mixture taken in per stroke. എത്രയാണ് വോളിയം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Volumetric efficiency is defined as the ratio of actual volume of fresh charge inducted to the swept volume. Actual volume divided by swept volume ആണ് volumetric efficiency. Swept volume തന്നിട്ടുണ്ട് 300 cm3, volumetric efficiency 0.88 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ volume of mixture taken per stroke എന്താണ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.8 into 300 that will become 264 cm3 എന്ന് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സോ ഓപ്ഷൻ സി 264 cm3 is the correct answer. Next question. In the case of diesel cycle, increasing the cutoff ratio will increase cutoff ratio increase ചെയ്യുമ്പോൾ എന്താണ് എഫിഷ്യൻസിയുടെ കേസോ ആണോ മീൻ എഫക്റ്റീവ് പ്രഷർ ആണോ മാക്സിമം പ്രഷർ ആണോ താഴെ തന്നിട്ടുള്ള ഏതാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. നമുക്കറിയാം കട്ട് ഓഫ് റേഷ്യോ കൂടുന്ന സമയത്ത് നമ്മൾ തെർമൽ എഫിഷ്യൻസി കുറയും. പക്ഷെ ഇവിടെ എഫിഷ്യൻസിയുടെ കാര്യമല്ല പറഞ്ഞിട്ടുള്ളത്, ഏതാണ് കൂടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Increasing cutoff ratio means fuel injection continues for a longer time, so heat is added over a larger part of the expansion stroke, and as a result, more heat is supplied, producing large net work output. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു heat is being added over a long duration of the piston, so that means more heat is supplied, that will be resulting in large net work output. Since the mean effective pressure is the average pressure that would produce the same work over the swept volume, it increases with the increase in work output. Work output കൂടുന്നത് വഴി നമുക്ക് എന്ത് കിട്ടും, mean effective pressure കൂടും. കാരണം MEP is equal to W net divided by VS, swept volume ആണ്. ഇതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻ. ഇവിടെ വർക്ക് ഔട്ട്പുട്ട് കൂടുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി mean effective pressure എന്ത് ചെയ്യും, കൂടും. So in the case of diesel cycle, increasing cutoff ratio will increase the mean effective pressure. Option B is the correct answer. The air standard Otto cycle comprises of air standard Otto cycle standard ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഏതൊക്കെ പ്രോസസ് ആണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം 2 constant volume and 2 constant entropy. ശ്രദ്ധിക്കണം, constant volume and 2 constant entropy എന്ന് പറയുന്നത് എന്താണ് ഐസെൻട്രോപിക് പ്രോസസ് ആണ്. സോ ഓപ്ഷൻ സി is the correct answer. 2 constant volume and 2 constant entropy എന്നും പറയാം, അല്ലെങ്കിൽ 2 constant volume and 2 isentropic process എന്ന് പറയാം. രണ്ടും സെയിം ആണ്. ഇവിടെ തന്നിട്ടുള്ളത് കോൺസ്റ്റന്റ് എൻട്രോപ്പി എന്നാണ്. സോ ഓപ്ഷൻ സി is the correct answer. Next question. Which factor leads to lower thermal efficiency on an actual Otto cycle in comparison to ideal Otto cycle? Actual Otto cycle ideal Otto cycle കമ്പയർ ചെയ്യുമ്പോൾ ഏത് ഫാക്ടർ ആണ് തെർമൽ എഫിഷ്യൻസി കുറയ്ക്കുന്നത് എന്നാണ് ചോദ്യം. In an ideal Otto cycle assumes that specific heats of air are constant, so the ratio of specific heat gamma is also constant. നമുക്കറിയാം ഐഡിയൽ ഓട്ടോ സൈക്കിൾ നമ്മൾ ഗാമ അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റന്റ് ആണെന്ന് മാത്രമല്ല ഗാമ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യാറുണ്ട്. പക്ഷേ in an actual Otto cycle, as the temperature increases during the compression, the specific heat at constant pressure Cp and Cv increase. അതായത് ഓട്ടോ സൈക്കിളിൽ ആക്ച്വൽ ഓട്ടോ സൈക്കിൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ Cpയും Cvയും കൂടും. പക്ഷെ സി വി കൂടുന്നത് കമ്പാരിറ്റീവ്ലി എന്താണ് മോർ റാപ്പിഡ്ലി ദാൻ സി പി. സോ സി വി ആണ് കൂടുന്നതിന്, രണ്ടും കൂടുന്നുണ്ട്, പക്ഷെ അതിൽ ഡോമിനന്റ് ഏതാണ് സി വി ആണ്. കുറച്ച് സ്പീഡായിട്ട് വളരെ റാപ്പിഡ് ആയിട്ട് കൂടുന്നത് സി വി ആണ്.
അപ്പോൾ ഗാമ ഈക്വൽ ടു CP ബൈ CV ആണ്. അപ്പോൾ CV ആണ് പ്രിഡോമിനന്റ്ലി കൂടുന്നത് എന്നുള്ളതുകൊണ്ട് എന്താണ് ദാറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ ഡിക്രീസ് ഇൻ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്. ഗാമ എന്ത് ചെയ്യും കുറയും. അപ്പോൾ നമുക്കറിയാം ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി ഈക്വൽ ടു 1 മൈനസ് 1 ബൈ R റേസ് ടു ഗാമ മൈനസ് 1. A lower value of gamma reduces the thermal efficiency of the Otto cycle because the efficiency is directly related to gamma. ഇവിടെ ചോദിച്ചിട്ടുള്ളത് which of the following factors leads to lower thermal efficiency on an actual Otto cycle in comparison to ideal? Decrease in specific heat ratio of the working fluid with rise in temperature. ശ്രദ്ധിക്കണം, ഓപ്ഷൻ എഴുതുന്ന സമയത്ത് ഡിക്രീസ് ഇൻ സ്പെസിഫിക് ഹീറ്റ് എന്നും പറയുന്നുണ്ട്, സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ എന്നും പറയുന്നുണ്ട്. നമുക്ക് സ്പെസിഫിക് ഹീറ്റ് റേഷ്യോ ആണ് വേണ്ടത്, സ്പെസിഫിക് ഹീറ്റ് അല്ല. ഓപ്ഷൻസ് വായിക്കുമ്പോൾ മാറി ആൻസർ ചെയ്യരുത്, ശ്രദ്ധിച്ച് ആൻസർ വായിച്ച് നോക്കിയിട്ട് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഹിയർ ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ട്രോക്ക് വോളിയം ഈസ് 500 cubic centimeter cube, the clearance volume is 50 cubic centimeter cube. അങ്ങനെയാണെങ്കിൽ കംപ്രഷൻ റേഷ്യോ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം കംപ്രഷൻ റേഷ്യോന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല ഇതാണ്, R is equal to swept volume plus clearance volume divided by clearance volume. അതിൽ swept volume 500 cc എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, ക്ലിയറൻസ് വോളിയം 50 cc എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റേഷ്യോ എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കംപ്രഷൻ റേഷ്യോ R is equal to 11 എന്ന് കിട്ടും. So here option B 11 is the correct answer. Next question, Lenoir cycle is used for. Lenoir cycle താഴെ തന്നിട്ടുള്ള ഏത് എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത് അറിയാം, നമുക്ക് ചോദിച്ചിട്ടുള്ളത്. So the Lenoir cycle has no compression process, making it suitable for engines that operate without a compressor. Lenoir cycle അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രഷൻ പ്രോസസ്സ് പ്രസന്റ് അല്ല, അതുകൊണ്ട് തന്നെ കംപ്രസറിന്റെ ആവശ്യമില്ല. Since a pulse jet engine draws air directly from the atmosphere and burns the fuel air mixture without prior compression, it is represented by the Lenoir cycle. Pulse jet engine എന്താണ് ചെയ്യുന്നത്, it is air is being drawn directly from the atmosphere and burns the air fuel mixture without prior compression, requiring no compressor. അപ്പോൾ Lenoir cycle എവിടെയാണ് ഉപയോഗിക്കുന്നത്, it is mainly used in pulse jet engines. Option B is the correct answer. Next question, a diesel engine has compression ratio of 20 and cutoff takes place at 5% of the stroke. What is the cutoff ratio? ആ ഡീസൽ എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ വന്നിട്ടുണ്ട്, കട്ട് ഓഫ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് 5% ഓഫ് ദ സ്ട്രോക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ കട്ട് ഓഫ് റേഷ്യോ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം കട്ട് ഓഫ് റേഷ്യോ R is equal to V1 by V2 and similarly cut off ratio rho is equal to V3 by V2. Compression ratio R is equal to V1 by V2, cut off ratio rho is equal to V3 by V2. ഇനി നമുക്ക് compression ratio R is also equal to swept volume plus clearance volume divided by clearance volume. Compression ratio 20 വന്നിട്ടുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, VC in terms of VS, VC equal to VS by 19 എന്ന് കിട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. Since V2 is equal to VC is equal to VS by 19, since cutoff happens at 5% of the stroke, നമുക്ക് എന്ത് കിട്ടും, cutoff happens at 5% of the stroke. So V3 is equal to V2 plus 0.05 VS. V3 എന്ന് പറയുന്നത് that is equal to V2 plus 0.05 VS. നമ്മൾ നേരത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് VS plus V2 എന്താണ്, V2 നമുക്ക് ആൾറെഡി കിട്ടിയിട്ടുള്ളതാണ് VS by 90. So V3 equal to VS by 90 plus 0.05 VS. Also we have rho equal to V3 by V2. അപ്പോൾ നമ്മൾ V3 ന് VS by 90 plus 0.05 VS എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. താഴെ എന്താണ് V2 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ദാറ്റ് ഈസ് ദ ക്ലിയറൻസ് വോളിയം. സോ VS by 90 നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 1.95 എന്ന് കിട്ടും കട്ട് ഓഫ് റേഷ്യോ. സോ ഓപ്ഷൻ ഡി 1.95 is the correct answer. Next question, the cubic capacity of a 4-stroke spark ignition engine is 275 cc. The clearance volume is 25 cc. What is the compression ratio of the engine? അതായത് 4-stroke എഞ്ചിന്റെ ക്യൂബിക് കപ്പാസിറ്റി തന്നിട്ടുണ്ട്, ക്ലിയറൻസ് വോളിയം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കംപ്രഷൻ റേഷ്യോ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം compression ratio R is equal to swept volume plus clearance volume divided by clearance volume. ഇവിടെ swept volume എന്ന് പറയുന്നത്
275 സെന്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. Also, we have R is equal to 275 plus 25 divided by 25. 12 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. So, option C 12 is the correct answer. ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഗ്യാസ് സൈക്കിൾസിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.